2008 പുറത്തിറങ്ങിയ ചലച്ചിത്രം മുവായ് തായ് ജയന്റിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ബാർണി എന്നൊരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബാർണി എമറാൾ പട്ടായയിലേക്ക് ടൂറിനെത്തിയതായിരുന്നു. പക്ഷേ അന്നു രാത്രിയിൽ പാവത്താൻ ബാർണി കബളിപ്പിക്കപ്പെട്ടു. ഒരു സ്ത്രീ ഓവറായി മയക്കുമരുന്നും മദ്യവും ഒക്കെ നൽകി വശീകരിച്ച് ബാർണിയെ തന്റെ ഒരു ശിങ്കടിക്കൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. ശേഷം ബാർണിയുടെ പാസ്പോർട്ടും വസ്ത്രവും പണവും ഒക്കെ കവർന്ന ശേഷം തെരുവിൽ ഉപേക്ഷിച്ചു. ബാർണി പോലീസ് സ്റ്റേഷനിലെത്തി. എന്ത് ചെയ്യണമെന്ന് ബാർണിക്ക് അറിയില്ലായിരുന്നു. ടീഷർട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് ഹാഫ് നേക്കഡായിട്ടായിരുന്നു അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഒത്ത ശരീരമുള്ള വലിയൊരു മനുഷ്യനാണ് ബാർണി. പക്ഷെ മനസ്സുകൊണ്ടോ ഏറെ പാവത്താനും. ഒടുവിൽ ബാർണിക്ക് അവിടുത്തെ ഓഫീസറുമായി സംസാരിക്കാനായി. തലേന്ന് നടന്ന കാര്യങ്ങളും തന്റെ നിസ്സഹായാവസ്ഥയും ബാർണി ആ ഓഫീസറിനോട് പറഞ്ഞു. പോങ്ങെന്നായിരുന്നു ആ ഓഫീസറിന്റെ പേര്. തങ്ങൾ ഇപ്പോഴേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും വൈകാതെ അവരെ പിടികൂടാൻ സാധിക്കുമെന്നാ തോന്നുന്നത് എന്നും ഓഫീസർ വ്യക്തമാക്കി. പക്ഷേ അതിന് കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ അത് കേട്ടതും ബാർണി അസ്വസ്ഥനായി. കാര്യം ബാർണിയുടെ പക്കൽ പണമൊന്നുമില്ല. എങ്ങോട്ട് പോകുമെന്നോ ഒരെത്തും പിടിയുമില്ല. ബാർണിയോട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ പോയി തിരക്കുവാൻ ഓഫീസർ പോങ് പറഞ്ഞു. വണ്ടിക്കാശിന് 50 ബാട്ടും കൊടുത്തു. പോങ്ങിന്റെ ദയക്ക് ബാർണി നന്ദി പറഞ്ഞു. പോകുന്ന വഴിയിൽ ബാർണിക്ക് ഒരു സ്കൂട്ടർ ലിഫ്റ്റ് ലഭിച്ചു. ബാർണി ടൂറിസ്റ്റ് സെന്ററിലേക്കും എത്തി. പക്ഷെ റിനോവേഷനായി അവിടം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അതോടെ എന്തു ചെയ്യണം എന്ന് ബാർണിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ആ നഗരത്തിലൂടെ ബാർണി ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. ഒടുവിൽ നിരാശനായി ഒരിടത്തിരുന്നു. ഈ സമയം കേറ്റൻ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ബാർണിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. ബാർണിക്ക് പിന്നിലായി കേറ്റൻ മറഞ്ഞിരുന്നു. വേണ്ടതിൽ കൂടുതൽ പ്രശ്നമുള്ളതുകൊണ്ട് ബാർണി അതൊന്നും ശ്രദ്ധിച്ചതുമില്ല. കേറ്റനു പിന്നാലെ ഒരു കൂട്ടം ഗ്യാങ്സ്റ്റേഴ്സ് ഓടി വരുന്നുണ്ടായിരുന്നു. അവർ കേറ്റനെ തിരക്കി. ബാർണി തനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഗ്യാങ്സ്റ്റേഴ്സ് തിരിച്ചു പോവാൻ ഒരുങ്ങിയതും തന്റെ പിന്നിലേക്ക് ബാർണി ഒന്നു ചാഞ്ഞു. ബോർഡിന് പിന്നിൽ ഒളിച്ചിരുന്ന കേറ്റനുമേൽ ബാർണിയുടെ ഭാരം പതിച്ചതും കേറ്റൻ അലറി വിളിച്ചു. അത് കേട്ട് ഗ്യാങ്സ്റ്റേഴ്സും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവർ കേറ്റനെ പിടിക്കാൻ ശ്രമിച്ചു. കേറ്റനാകട്ടെ ബാർണിയോട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞു. പാവത്താൻ ബാർണി വെറുതെ ഒരു പ്രശ്നമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഗ്യാങ്സ്റ്റേഴ്സിനോട് ആ കുട്ടിയെ വെറുതെ വിടാനൊക്കെ അപേക്ഷിച്ചു. ബാർണിയുടെ രൂപവും മറ്റും കണ്ട് ആദ്യം അവർ ഭയന്നെങ്കിലും ബാർണിയെ അറ്റാക്ക് ചെയ്യാൻ വലിയ തടിക്കഷ്ണങ്ങളുമായി അവർ തിരികെ എത്തി. പക്ഷെ ബാർണി ഒരു പാവമാണെന്ന് കണ്ടതും അവർ അറ്റാക്കും ആരംഭിച്ചു. കേറ്റനെ തല്ലാൻ അവർ നോക്കിയപ്പോൾ ബാർണി അവളെ പ്രൊട്ടക്ട് ചെയ്തു. ഗ്യാങ്സ്റ്റേഴ്സ് ബാർണിയെ തല്ലിക്കൊണ്ടേയിരുന്നു. ഭാഗ്യവശാൽ ആ സമയം കേറ്റന്റെ സഹോദരി ഡോക്കിയ അങ്ങോട്ടേക്ക് വന്നു. ഡോക്കിയ ഒരു മുവായ് തായ് ചാമ്പ്യൻ ആയിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്ത ഡോക്കിയ ഒരു തരത്തിൽ കേറ്റനെ സംരക്ഷിച്ചു. ഒരു ഘട്ടത്തിൽ കേറ്റനും ഡോക്കിയയും കൂടി ബാർണിയെ വെച്ച് ഗ്യാങ്സ്റ്റേഴ്സിനെ ട്രാപ്പ് ചെയ്ത ശേഷം അവിടെ നിന്നോടി രക്ഷപ്പെട്ടു. ബാർണിയാകട്ടെ ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടുമിരുന്നു. രക്ഷപ്പെട്ടുപോയ ഡോക്കിയയും സഹോദരിയും ഒരിടത്ത് സുരക്ഷിതമായി ഇരുന്നിരുന്നു. ഡോക്കിയ തന്റെ സഹോദരി കേറ്റനടുക്കൽ എന്താ സംഭവിച്ചത്, എന്തിനാ ഗ്യാങ്സ്റ്റേഴ്സ് പിന്നാലെ വന്നത് എന്ന് തിരക്കി. തന്റെ പിന്നാലെയൊന്നുമല്ല അവർ വന്നതെന്നും ആ വലിയ തടിമാടനല്ലേ അയാൾ കാരണം ആ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞവൾ കുറ്റം മുഴുവൻ ബാർണിയുടെ തലയിലേക്കിട്ടു. പക്ഷേ വൈകാതെ സത്യവും വെളിപ്പെട്ടു. യാഥാർത്ഥ്യത്തിൽ കേറ്റൻ ആ ഗ്യാങ്സ്റ്റേഴ്സിൽ ഒരാളുടെ പേഴ്സ് മോഷ്ടിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ അവളുടെ പിന്നാലെ ഓടിയെത്തിയതും. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ 2 സഹോദരങ്ങളും വീണ്ടും ബാർണിക്ക് മുമ്പിൽ എത്തപ്പെട്ടു. ബാർണിയുടെ നെറ്റിപൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. തങ്ങളെ രക്ഷിക്കാൻ ബാർണി സഹായിച്ചതുകൊണ്ടല്ലേ ബാർണിക്ക് പരിക്ക് പറ്റിയത് എന്ന് അവർക്ക് തോന്നി. ബാർണിയാകട്ടെ അവർ ഓടിപ്പോയപ്പോൾ നിലത്ത് വീണുപോയ കേറ്റന്റെ ഒരു വസ്തുവും അവർക്ക് തിരികെ കൊടുത്തു. ബാർണി പാവത്താനാണെന്നും നല്ല സ്വഭാവമുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞതും ബാർണിയുടെ കാര്യങ്ങൾ അറിഞ്ഞതും ബാർണിയെ സഹായിക്കാൻ അവർ തീരുമാനിച്ചു. ബാർണി അവർ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയവർ ബാർണിയെ മുതിർന്ന സന്യാസിയെ കാണിച്ചു. ആ ബുദ്ധ സന്യാസി ബാർണിയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവിടെ കുട്ടികൾക്കൊപ്പം തങ്ങുവാൻ ബാർണിയെ അനുവദിച്ചു. നിരവധി അനാഥ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം ബാർണി അന്ന് രാത്രി അവിടെ ചിലവഴിച്ചു. പോകുന്നതിനു മുമ്പ് കേറ്റനടുക്കൽ ബുദ്ധ സന്യാസി ബാർണിക്ക് പറ്റിയൊരു വസ്ത്രവും കണ്ടെത്തി കൊടുക്കണം എന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. കുട്ടികൾക്കൊപ്പം ഉറങ്ങിയ ബാർണിക്കാകട്ടെ കൂർക്കം വലി ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ബാർണിയുടെ കൂർക്കം വലി സഹിക്കാൻ പറ്റാതെ കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇതേ സമയം മറ്റൊരു വശത്ത് ആദമെന്നും സ്മിത്ത് എന്നും പേരുള്ള 2 ഫോറിനേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നു. നെറോങ് എന്ന പേരുള്ള ഒരു ലോക്കൽ തായ് ബിസിനസ്മാനെ അവർ മീറ്റ്
ചെയ്യുകയായിരുന്നു. ഫോറിനേഴ്സ് അയാൾക്ക് മുമ്പിൽ ഒരു സ്പെഷ്യൽ ലാപ്ടോപ്പ് ഡിവൈസ് കൊണ്ടുവച്ചു. ഒരു ക്രിസ്റ്റൽ കീ ഉപയോഗിച്ചാൽ അതിനകത്തുള്ള കമ്പാർട്ട്മെന്റ് പുറത്തേക്കെത്തും. എന്ത് സാധനവും കടത്തിക്കൊണ്ടു പോകുവാൻ ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാം. മറ്റൊരിടത്ത് വളരെയധികം വില കൂടിയ കമേലിയ ഡയമണ്ട് സെറ്റ് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റപ്പെടുകയായിരുന്നു. വേൾഡ് ജുവല്ലറി ഫെയറിനു വേണ്ടി അത് തായ്ലാന്റിലേക്ക് എത്തിക്കപ്പെട്ടതാണ് എന്ന് വൈകാതെ വെളിപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് പകലിൽ തമാശയോടെ കുട്ടികൾ ബാർണിയെ ഉറക്കമെഴുന്നേൽപ്പിച്ചു. ബാർണി ബുദ്ധ സന്യാസിമാർക്കൊപ്പം അവരുടെ ആരാധനാ രീതികളിലൊക്കെ പങ്കെടുത്തു. ശേഷം കേറ്റനെയും സഹോദരിയെയും കണ്ടു. കുട്ടികൾക്കൊപ്പം ഒരുപാട് സമയം ബാർണി പല ആക്ടിവിറ്റികളിലായി ചിലവഴിച്ചു. അന്നദാനത്തിൽ പങ്കാളിയായി, ക്ഷേത്രം ക്ലീൻ ചെയ്യുകയും മറ്റും ചെയ്തു. പിന്നീട് കേറ്റനും ഡോക്കിയെയും ബാർണിയെ തങ്ങളുടെ അമ്മ നടത്തുന്ന ബീച്ച് സൈഡിനടുത്തുള്ള ചെറിയ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്നു. വലിയ ശരീരമുള്ള ജയന്റായ ബാർണിയെ കണ്ട് ആദ്യം ആ സ്ത്രീയൊന്ന് പേടിച്ചിരുന്നെങ്കിലും മക്കൾ ബാർണിയെ പറ്റി പറഞ്ഞതോടെ അവർ ബാർണിയെ വെൽക്കം ചെയ്തു. തായ്ലാന്റിലെ മികച്ച വിഭവങ്ങളിൽ ഒന്നായ സോംറ്റം രുചിക്കൂ എന്ന് പറഞ്ഞ് അവർ സോംറ്റം ബാർണിക്ക് കൊടുത്തു. വളരെയധികം എരിവുള്ള ഒരു വിഭവമാണത്. അത് കഴിച്ചതോടെ ബേണി അങ്ങ് ചുവക്കാൻ ആരംഭിച്ചു. ഹൾക്കിനെ പോലെ വല്ലാതെ അവൻ അലറി വിളിച്ചു. കഠിനമായ കരുത്തും ബേണിയിലേക്ക് വന്നു ചേർന്ന പോലുണ്ടായിരുന്നു. വെള്ളത്തിനായി അവൻ എല്ലായിടവും തിരഞ്ഞു. ഭ്രാന്ത് പിടിച്ച പോലുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ ബീച്ച് സൈഡിലെ ചെറിയ ഷെഡ് പോലുള്ള അവരുടെ റെസ്റ്റോറന്റ് തകർന്നു. ഒടുവിൽ വെള്ളമൊക്കെ കുടിച്ച് നോർമലായി കഴിഞ്ഞപ്പോൾ ബേണി തന്റെ തെറ്റുകൾക്ക് കേറ്റനോടും സഹോദരിയോടും അവരുടെ അമ്മയോടും ക്ഷമ ചോദിച്ചു. പക്ഷേ ക്ഷമ കൊണ്ട് മാത്രം ഒന്നും മതിയാവില്ലല്ലോ. റെസ്റ്റോറന്റിന്റെ നല്ലൊരു ഭാഗം തകർന്നു. എന്താ സംഭവിച്ചതെന്നറിയില്ല. എരിവ് ചെന്നപ്പോൾ ബോഡിയുടെ കൺട്രോൾ അങ്ങ് പോയി എന്ന് ബേണി പറഞ്ഞു. എന്നിരുന്നാലും ഉത്തരവാദിത്വം താൻ ഏൽക്കുന്നുവെന്നും എവിടെ നിന്നെങ്കിലും പണം സമ്പാദിച്ച് റെസ്റ്റോറന്റ് പഴയ നിലയിലാക്കി ഞാൻ തന്നെ തരുമെന്നും ബേണി അന്ന് അവരോട് വാക്ക് പറഞ്ഞു. അത് കേട്ടതും കേറ്റിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ജയന്റായ ബേണിയെ ഫൈറ്റ് ക്ലബിൽ പങ്കെടുപ്പിച്ചാൽ ഒരുപാട് പണം കിട്ടുമല്ലോ എന്നായിരുന്നു അത്. തന്റെ സഹോദരി ഡോക്കിയക്കടുക്കൽ കേറ്റനത് പങ്കുവെച്ചു. അതിനുവേണ്ടി ബർണിയെ മൂവാത്തായി ട്രെയിൻ ചെയ്യിപ്പിക്കാനും ഡോക്കിയ തയ്യാറായി. വൈകാതെ ബർണിയുടെ മൂവായത്തായി ട്രെയിനിങ് ആരംഭിച്ചു. ട്രെയിനിങ്ങിനിടയിൽ മൂവായത്തായി അറിയാവുന്ന ചെറിയൊരു പയ്യനുമായും ബർണിയെ അവർ മത്സരിപ്പിച്ചു. പക്ഷെ ആ ചെറിയ പയ്യൻ പോലും ബർണിയെ പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അന്ന് കടൽ തീരത്തൂടെ നടക്കുമ്പോൾ തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ, തന്റെ പാസ്റ്റിലെ കാര്യങ്ങൾ ബർണി അവരോട് ഒന്നുകൂടെ വിശദീകരിച്ചു. തന്റെ പാസ്പോർട്ട് മോഷണം പോയതിനെ പറ്റിയും ടൂറിന് വന്ന താൻ പെട്ടുപോയതിനെ പറ്റിയും ഒന്നുകൂടി അവരെ വ്യക്തമായി അവൻ ധരിപ്പിച്ചു. ബർണിയുടെ പാസ്പോർട്ടും മറ്റും കണ്ടെത്താൻ അവർ സഹായിക്കാമെന്നേറ്റു. ഇതേ സമയം ന്യൂസിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. പ്രദർശനത്തിന് എത്തിച്ചേരുന്ന കമേലിയ ഡയമണ്ട് മോഷണം പോയിരിക്കുന്നു. ഞാരോങ്ങും ആദമും സ്മിത്തും ചേർന്നാണ് അത് മോഷ്ടിച്ചിരിക്കുന്നത് എന്ന് വൈകാതെ വ്യക്തമായി. അവർ അത് ഒളിപ്പിച്ചത് ക്രിസ്റ്റലിട്ട് തുറക്കുന്ന അവരുടെ സ്പെഷ്യൽ ലാപ്ടോപ്പിനകത്തായിരുന്നു. അടുത്ത ഘട്ടത്തെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആ പാക്കേജ് അവർക്ക് ബ്രൂണയിലേക്ക് കൈമാറ്റം ചെയ്യണം. അവിടെ നിന്ന് അവർക്ക് പേയ്മെന്റ് ലഭിക്കും. എന്തായാലും തായ്ലാന്റിൽ കുറച്ചു ദിവസം കൂടി അവർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് തായ്ലാന്റ് ഒന്ന് എൻജോയ് ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ഒരു ദിവസം കേറ്റനും ബർണിയും കൂടി തെരുവിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. ആ സമയം തന്നെ ചതിച്ച് പാസ്പോർട്ടും പണവും ഒക്കെ മോഷ്ടിച്ച പെൺകുട്ടിയെ ബർണി നേരിൽ കണ്ടു. ബർണി അവളെ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. കേറ്റനും അവന്റെ പിന്നാലെ ഓടിച്ചെന്നു. യാദൃച്ഛികമായി അതേ വഴി കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറും കടന്നു വന്നിരുന്നു. ഓഫീസർ പോങ്ങും അവരെ ഫോളോ ചെയ്തു. ചേസിനൊടുവിൽ ആ പെൺകുട്ടിയുടെ ഹൈഡൌട്ടിലേക്ക് ബർണി എത്തിച്ചേർന്നു. ഫേക്ക് പാസ്പോർട്ടൊക്കെ നിർമ്മിക്കുന്ന വലിയൊരു സംഘം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് ചിന്തിച്ചിരുന്ന ബർണി തന്റെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അവിടുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ കൂട്ടാളികൾ ബർണിയെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. കൃത്യസമയത്ത് ഓഫീസർ പോങ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ആ കള്ളന്മാരെയും പ്രശ്നക്കാരായ ആളുകളെയും മർദ്ദിക്കാൻ ആരംഭിച്ചു. പോങ് അവരെ കസ്റ്റഡിയിലേക്ക് ആക്കിയെടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന കേറ്റനും ബർണിയും കൂടി തിരിഞ്ഞ് ബർണിയുടെ പാസ്പോർട്ട് കണ്ടെത്തിയിരുന്നു. ബർണിയുടെ പാസ്പോർട്ട് കിട്ടിയ കേറ്റൻ അത് തന്റെ ബാഗിലേക്ക് വെച്ചു. അത് കിട്ടിയ കാര്യം ബർണിയിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അമ്മയുടെ ഈ കഷ്ടപ്പാടിൽ നിന്നുമൊക്കെ അമ്മയ്ക്ക് കുറച്ച് പണം നേടിക്കൊടുക്കണം, നമ്മുടെ സ്ഥിതിയും മെച്ചപ്പെടുത്തണം എന്നതിനെപ്പറ്റി കേറ്റനും സഹോദരിയും സംസാരിച്ചു. ഒടുവിൽ ഫൈറ്റ് ക്ലബിൽ പോകുവാനായി അവരൊരു തന്ത്രം മെനഞ്ഞു. അമ്മയ്ക്കടുത്ത് എത്തിയ കേറ്റൻ ഒരു ഡാൻസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ താനും ഡോക്കിയെയും പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അമ്മ പെർമിഷനും കൊടുത്തു. പക്ഷേ ഡോക്കിയെ ഒരു ബോക്സിംഗ് മാച്ചിൽ പങ്കെടുപ്പിക്കാനായിരുന്നു അവരിരുവരും പദ്ധതിയിട്ടിരുന്നത്. അമ്മയാകട്ടെ അതൊന്നും അറിഞ്ഞതുമില്ല. ഡോക്കിയാകട്ടെ കേറ്റൻ അനുവാദം ചോദിച്ച് അത് നേടിയെടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഫൈറ്റ് ക്ലബിലേക്ക് ബാർണിയും ഡോക്കിയയും കേറ്റനും എത്തിച്ചേർന്നു. ഓർഗനൈസർ യോങ്ങിനെ കണ്ട് ഡോക്കിയക്ക് ഒരു മാച്ചിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഇതേ സമയം അന്ന് മാച്ച്
മാച്ച് കാണുവാൻ ഡയമണ്ട് മോഷ്ടിച്ച നരോങ്ങും സംഘവും അവിടെ ഉണ്ടായിരുന്നു. വൈകാതെ ഡോക്കിയയുടെ ഫൈറ്റ് അനൗൺസ് ചെയ്തു. പക്ഷെ വേദിയിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവൾ എതിരിടേണ്ടത് ഒരു പുരുഷ പോരാളിയെയാണെന്ന്. ആ മാച്ച് നീതികേടാണ് എന്നപ്പോൾ തന്നെ അവർക്ക് തോന്നി. ഡോക്കിയയോട് തിരികെ പോകാമെന്ന് കേറ്റൻ കയറി ചെന്ന് പറഞ്ഞു. പക്ഷെ പിന്മാറുവാൻ അവൾ ഒരുക്കമായിരുന്നില്ല. റെസ്റ്റോറന്റ് നന്നാക്കാനും അമ്മയെ സപ്പോർട്ട് ചെയ്യാനും പണം വേണം എന്നവൾക്കറിയാമായിരുന്നു. മത്സരത്തിന്റെ ബെറ്റ് വെച്ച പ്രകാരം ഡോക്കിയ ജയിച്ചാൽ ബെറ്റിംഗ് മണിയുടെ 10 ഇരട്ടി അവൾക്ക് ലഭിക്കുമായിരുന്നു. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. ആരംഭഘട്ടത്തിൽ ഡോക്കിയ മുന്നിട്ട് നിന്നെങ്കിലും എതിരാളി വൈകാതെ ഡോക്കിയയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ റൗണ്ടിലാകട്ടെ ബോക്സിംഗ് ഗ്ലോവ്സിനിടയിൽ ഒരു മെറ്റൽ പീസ് ഉപയോഗിച്ച് എതിരാളി ഡോക്കിയയെ ആക്രമിച്ചു. തല്ലുകൊണ്ടവൾ താഴെ വീണു. ഡോക്കിയുടെ മുഖത്ത് മുറിവേറ്റ് ചോരയൊലിച്ചു. എന്നിരുന്നാലും ഡോക്കിയ എഴുന്നേറ്റു വന്നു. ആ വാശിക്ക് തന്റെ എതിരാളിക്കെതിരെ കനത്ത രീതിയിൽ പോരാടി അവനെ ഇടിച്ച് തറപറ്റിക്കുകയും ചെയ്തു. താൻ പരാജയപ്പെടും എന്ന് കണ്ടതും ബെറ്റ് വെച്ചിരുന്ന യോങ് ഉടൻ ബെല്ല് മുഴക്കാൻ നിർദ്ദേശം കൊടുത്തു. അതോടെ മാച്ച് സമനിലയിൽ അവസാനിക്കുന്ന പോലായി മാറി. ഡോക്കിയ വിജയിച്ചു നേടിയ പണം വാങ്ങുവാൻ അവർ യോങ്ങിനടുത്തെത്തി. പക്ഷേ യോങ് ആകട്ടെ ഡോക്കിയ മൊത്തമായി വിജയിച്ചില്ലല്ലോ, സമനിലയല്ലേ വന്നത് എന്ന് പറഞ്ഞ് 1000 ബാട്ട് മാത്രമായിരുന്നു കൊടുത്തത്. പറ്റിക്കാൻ പറ്റില്ലെന്നും പണം തരണമെന്നും അവർ ആവശ്യപ്പെട്ടതോടെ യോങ് തന്റെ ശക്തരായ പോരാളികളെ വിളിപ്പിച്ചു. അവരെ ഉപയോഗിച്ച് പെൺകുട്ടികളെയും ബാർണിയെയും മർദ്ദിച്ചു. ഇതേസമയം മറുവശത്ത് ഒരു ഹോട്ടൽ റൂമിൽ ഡയമണ്ട് കള്ളന്മാർ ആകെ പരിഭ്രമത്തിലായിരുന്നു. അവരുടെ ഡയമണ്ട് ഒളിപ്പിച്ച സ്പെഷ്യൽ ലാപ്ടോപ്പിന്റെ കീയായ ക്രിസ്റ്റൽ കീ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ബലം പ്രയോഗിച്ച ആ ലാപ്ടോപ്പ് തകർത്തു തുറന്നാലെന്താ എന്ന് നരോങ് ചോദിച്ചെങ്കിലും സ്മിത്ത് അതിനെതിരെ നിന്നു. അതൊരുപക്ഷെ മോഷ്ടിക്കപ്പെട്ട ഡയമണ്ടിന് കംപ്ലൈന്റുകൾ വരുത്തിയേക്കും, ആഭരണം ചീത്തയായേക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. വൈകാതെ ക്രിസ്റ്റൽ കീ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നവർ അന്വേഷിക്കാൻ ആരംഭിച്ചു. അവർ പോയിടത്തൊക്കെ അവർ പോയി. ഫൈറ്റിംഗ് ക്ലബിലേക്കും ചെന്നു. കുറേയധികം പണം കൊടുത്ത ശേഷം അവിടുത്തെ CCTV അവർ പരിശോധിച്ചു. CCTVയിൽ നിന്നും അവരുടെ ക്രിസ്റ്റൽ കീ കേറ്റനാണ് മോഷ്ടിച്ചത് എന്നവർ നോക്കിക്കണ്ടു. സമയം കളയാനുണ്ടായിരുന്നില്ല. കള്ളന്മാരുടെ സംഘം തായ്ലാന്റിലെ ഒരു വ്യക്തിയെ തങ്ങൾക്കായി ഹയർ ചെയ്തു. കാറ്റിനെ പിടികൂടിയാൽ വലിയ പ്രതിഫലം തരാം എന്ന കഷണ്ടിത്തലയൻ വ്യക്തിയോടും പറഞ്ഞു. ഇതേസമയം ബാർണിയാകട്ടെ പണം സംഘടിപ്പിക്കാൻ ഫിഷ് മാർക്കറ്റിലും മറ്റുമായി ഹാർഡ് വർക്ക് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. സമ്പാദിച്ച പണം കൊണ്ട് അവർ റെസ്റ്റോറന്റ് റീബിൽഡ് ചെയ്യാനും ആരംഭിച്ചു. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തകർന്നുപോയ റെസ്റ്റോറന്റ് അവർ പുനർനിർമ്മിച്ചു. വൈകാതെ വിസിറ്റേഴ്സും അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി. അവർ ബിസിനസ്സും ആരംഭിച്ചു. കസ്റ്റമേഴ്സിന്റെ എണ്ണം ആദ്യമൊക്കെ കുറവായിരുന്നെങ്കിലും പതിയെ കൂടിക്കൂടി വന്നു. അന്ന് വൈകിട്ട് മുളക് ചതയ്ക്കുവാൻ ഒരു ജോലി ബാർണിക്കടുക്കൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ ബാർണി മുളക് ചതയ്ക്കാൻ കൊത്തിയതും ആ പാത്രം തന്നെ പൊട്ടിപ്പോയി. ബാർണിയുടെ സൈസിന് വിഭവം തയ്യാറാക്കാൻ ചെറിയ പാത്രം മതിയാകില്ല എന്ന് കണ്ട കേറ്റൻ ബാർണിയുടെ സൈസിനൊപ്പിച്ച് വലിയൊരു പാത്രം തന്നെ വാങ്ങി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. റെസ്റ്റോറന്റും പോപ്പുലാരിറ്റി നേടി വന്നുകൊണ്ടിരുന്നു. പോപ്പുലർ തായ് ഡിഷ് സോംറ്റമായിരുന്നു അവരുടെ കടയിലെ പ്രധാന വിഭവം. എരിവേറിയ വിഭവം ഏവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാർണിയും കേറ്റനും ചേർന്ന് ഡോക്കിയയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ അമ്മയും സെലിബ്രേഷനിൽ പങ്കാളിയായി. കേറ്റൻ എന്ന് ഡോക്കിയക്ക് ഒരു നെക്ലസ് സമ്മാനമായി കൊടുത്തു. ഡയമണ്ട് കള്ളന്മാരിൽ നിന്നും അവൾ മോഷ്ടിച്ചെടുത്ത ക്രിസ്റ്റൽ കീ വെച്ചുണ്ടാക്കിയ ഒരു നെക്ലസ് ആയിരുന്നു അത്. ഡോക്കിയക്ക് ഉടൻ തന്നെ സംശയം തോന്നി. ഇത് നീ മോഷ്ടിച്ചതാണോ എന്നവൾ കേറ്റനോട് ചോദിച്ചു. അല്ലെന്നായിരുന്നു കേറ്റന്റെ മറുപടി. അത് ഒറിജിനൽ അല്ലെന്നും ഒരു ഫേക്ക് ക്രിസ്റ്റലാണ് എന്നും അവൾ പറഞ്ഞു. അടുത്ത ദിവസം ബർണിയും കേറ്റനും ഡോക്കിയും കൂടി തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വാൻ അവരുടെ വട്ടം വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ ഗ്യാങ്സ്റ്റർ സംഘം അവരെ പിടികൂടി കൊണ്ടുപോയി. അവർ എത്തിക്കപ്പെട്ടത് ഡയമണ്ട് റോബേഴ്സിന്റെ മുമ്പിലായിരുന്നു. ക്രിസ്റ്റൽ കീയെപ്പറ്റി അവർ കേറ്റനടുക്കൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ചോദ്യം ചെയ്യലിനിടയിൽ ഡോക്കിയുടെ കഴുത്തിൽ നിന്നും ആ ക്രിസ്റ്റൽ കീ ആദം കണ്ടെടുത്തു. അപ്പോഴായിരുന്നു ഒന്ന് സംഭവിക്കുന്നത്. അവിടെ വെച്ച് തങ്ങൾ ഹയർ ചെയ്ത കഷണ്ടിത്തലയൻ ഗുണ്ടയ്ക്കൊപ്പം ചേർന്ന് നരോങ് തന്റെ സുഹൃത്തുക്കൾക്കെതിരെ തിരിഞ്ഞിരുന്നു. ഡയമണ്ട് ഒറ്റയ്ക്ക് സ്വന്തമാക്കാനായിരുന്നു നരോങ്ങിന്റെ പദ്ധതി. ചതി മനസ്സിലായതും ആദം ഒരു പടി കൂടി കടന്നു പ്രവർത്തിച്ചു. ഡോക്കിയ കരയാൻ പാകത്തിന് അവളെ അവൻ വേദനിപ്പിച്ചു. ഡോക്കിയ വാ തുറന്നതും ഡോക്കിയുടെ വായ്ക്കകത്തേക്ക് അവൻ ആ ക്രിസ്റ്റൽ ഇട്ടു. ഡോക്കിയ അത് വിഴുങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ അവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് ആരംഭിക്കുകയായിരുന്നു. ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഡോക്കിയ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടന്നു. തന്റെ ശിങ്കിടികളോട് ഡോക്കിയെ പിടികൂടാൻ നരോങ് ഉത്തരവിട്ടു. കുറെ പേർ ഡോക്കിയെ പിടികൂടാൻ പിന്നാലെ പാഞ്ഞു ചെല്ലാൻ
ചെല്ലാൻ തുടങ്ങി. ബാർണിയെയും കേറ്റിനെയും വകവരുത്താനും കുറച്ചുപേർക്ക് നെറങ് നിർദ്ദേശം കൊടുത്തിരുന്നു. കാറ്റിനെയും ബർണിയെയും അവർ ബന്ദികളാക്കി നിർത്തി ഡൈനിങ് ടേബിളിലായിരുന്നു അവരിരുവരെയും ചേർത്ത് വെക്കപ്പെട്ടിരുന്നത്. കേറ്റൻ ആ സമയം ടേബിളിൽ ഇരിക്കുന്ന ഏറെ എരിവുള്ള വിഭവമായ സോംറ്റം കണ്ടു. അത് കഴിക്കുവാൻ ബർണിയോട് ആവശ്യപ്പെട്ടു. ഉടനടി അതെടുത്ത് ബർണിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു. സോംറ്റം ഉള്ളിൽ ചെന്നതോടെ എരിവ് കൊണ്ട് പുകഞ്ഞ ബർണി ചുവന്നു തൊടുത്തു. ഹൽക്കിനെ പോലെ കരുത്തുള്ളവനായി മാറിയ ബർണിയാകട്ടെ പ്രാന്ത് പിടിച്ച പോലെ അവിടുണ്ടായിരുന്ന ഗുണ്ടകളെ ചുഴറ്റിയെറിഞ്ഞു. ശേഷം വെള്ളം കുടിക്കാതെ എരിവ് ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡോക്കിയയെ രക്ഷപ്പെടുത്തുവാൻ ബർണി പുറത്തേക്കോടി. പോകുന്ന വഴിയിൽ ബർണിക്കെതിരിടാൻ നിരവധി പോരാളികൾ ഉണ്ടായിരുന്നു. കരുത്തരായ 3 പേർക്കെതിരെ ബർണി ഫൈറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എരിവ് കെട്ടടങ്ങി. ബർണിയുടെ കരുത്ത് പോയി. അത് കണ്ടതും ബർണിക്കായി കൂടുതൽ എരിവുള്ള സോംറ്റം കേറ്റൻ തയ്യാറാക്കാൻ തുടങ്ങി. ഒരവസരം കിട്ടിയപ്പോൾ കേറ്റനത് ബർണി കൂട്ടുകയും ചെയ്തു. ഉടനടി ബർണിയുടെ രൂപം വീണ്ടും മാറി. ചുവന്നു തുടുത്ത് ഭ്രാന്ത് പിടിച്ച പോലായ ബർണി ഗുണ്ടകളെ അടിച്ചു തെറിപ്പിച്ചു. മറുവശത്ത് ഡോക്കിയാകട്ടെ തന്നെ പിടിക്കാൻ വരുന്ന ഗ്യാങ്സ്റ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കഷണ്ടിത്തലയൻ നേതാവ് തോക്ക് ചൂണ്ടി അവളെ ബന്ദിയാക്കി. ദൂരെ നിന്നും അത് കണ്ട ബർണി അവളെ രക്ഷപ്പെടുത്താൻ ഓടിച്ചെല്ലാൻ ആരംഭിച്ചു. പക്ഷെ അവൻ ഓടിച്ചെല്ലുന്നതിനിടയിൽ നൊറാങ് അവനെ ഷൂട്ട് ചെയ്തു. ഷൂട്ടേറ്റ് ബർണി താഴെ വീണു. ബർണിയുടെ അവസ്ഥ കണ്ട് അവനടുത്തേക്ക് ഓടിയെത്തിയ കേറ്റന് ഏറെ സങ്കടം തോന്നി. താൻ മറച്ചുവെച്ച ബർണിയുടെ പാസ്പോർട്ട് ആ കുറ്റബോധത്തിന്റെ പുറത്ത് അവൾ അവനെ കാണിച്ചു കൊടുത്തു. ബർണിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും അതുകൊണ്ട് ബർണി പോവാതിരിക്കാനാ താൻ അത് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നും അവൾ ദുഃഖത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ ബർണിയെ ഏറെ ടച്ച് ചെയ്യുന്നതായിരുന്നു. ബർണി തന്റെ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ കേറ്റൻ വരച്ച ഒരു ചിത്രമുണ്ടായിരുന്നു. ബർണി തന്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അതിലവൾ കുറിച്ചു വെച്ചിരുന്നു. മറുവശത്ത് നൊരാങ് ആകട്ടെ ആദമും സ്മിത്തുമായും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തൊന്നിച്ചിരുന്നു. അവർ തന്നെ ഹയർ ചെയ്ത കഷണ്ടിക്കാരൻ ഗുണ്ടാ നേതാവിനെ തങ്ങളുടെ വഴിയിൽ തടസ്സമാവാതിരിക്കുവാൻ അവർ കൊലപ്പെടുത്തി. പ്രൈവറ്റ് ജെറ്റിൽ ഡോക്കിയെയും കേറ്റിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വിമാനത്തിനകത്ത് ഡോക്കിയിൽ നിന്നും ഡയമണ്ട് വീണ്ടെടുക്കാൻ അവളെ ഉപദ്രവിക്കാനും മറ്റും അവർ ആരംഭിക്കുകയും ചെയ്തു. വിമാനത്തിനകത്ത് സുരക്ഷിതമായി എത്തിയതും നൊരാങ് വീണ്ടും പ്ലേറ്റ് മറിച്ചു. ആദത്തിനെതിരെ തിരിഞ്ഞു. ആദത്തിനെ കത്തിക്കൊണ്ട് അവൻ കുത്തുകയും ചെയ്തു. മരണാസന്നനായി കിടന്ന ആദമാകട്ടെ ആ ദേഷ്യത്തിൽ നൊരാങ്ങിനെ ഷൂട്ട് ചെയ്തു വീഴ്ത്തി. ബാർണി അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. ബാർണി അവിടുണ്ടായിരുന്ന സ്മിത്തുമായി എതിരിട്ടു. ഡോക്കിയ സുരക്ഷിതമായി വിമാനത്തിൽ നിന്നിറങ്ങി തന്റെ അവസാന എതിരാളിയെയും ബാർണി വകവരുത്തി കഴിഞ്ഞപ്പോൾ വെടിയേറ്റിരുന്ന അവൻ കുഴഞ്ഞു വീണു. ഡോക്കിയയും കേറ്റനും ബാർണിക്കടുത്തെത്തി മയങ്ങിയ അവനെ കണ്ട് പൊട്ടിക്കരയാൻ ആരംഭിച്ചു. പെട്ടെന്ന് എന്തോ തോന്നിയ കേറ്റൻ ബാർണിക്കകത്ത് വായ തുറക്കാനും താൻ കുറച്ച് സോംറ്റം കഴിപ്പിക്കാം എന്നും പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഞെട്ടലോടെ ബാർണി കണ്ണു തുറന്നു. ഭയന്നുകൊണ്ട് അവിടെ നിന്ന് ഓടി നീങ്ങി. ഇനി ജീവിതത്തിൽ ഞാനത് തിന്നില്ല എന്നവൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ബാർണി പിന്നീട് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയി. കേറ്റനും ബാർണിക്കൊപ്പം പോയിരുന്നു. അവർ അവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് തുടങ്ങി. ഡോക്കിയയും അമ്മയും തായ്ലൻഡിൽ സുഖമായിട്ടിരിക്കുന്നു. കള്ളന്മാരെ പിടികൂടിയതിനും മറ്റും ബാർണിയും സഹോദരങ്ങളും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഫോട്ടോഗ്രാഫ്സിലൂടെ ആ സൂചനകൾ നൽകിക്കൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.